ഹലോ, എല്ലാവർക്കും പാരമ്പര്യയിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്കിന്ന് ഒരു മുട്ട അവിയലിൻ്റെ റെസിപ്പി നോക്കിയാലോ? മുട്ട കൊണ്ട് നമ്മൾ പല ഐറ്റംസും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഈ മുട്ട അവിയൽ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങളിൽ പലരും ഇതുണ്ടാക്കി കാണാൻ ചാൻസ് വളരെ കുറവാണ് അല്ലേ? പൊളി ഐറ്റമാണ് കേട്ടോ. നല്ല കിടിലൻ ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ഉഗ്രൻ ടേസ്റ്റുള്ള ഒരു ഡിഷാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഞാനൊരു 5 മുട്ട പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട്. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാം. ഒരു അരമുറി തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക്, ചുവന്ന മുളകാണ് നല്ലത്, പച്ചമുളക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരു 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ മുട്ട ഗ്യാസ് അല്ലേ, അതുകൊണ്ട് ഒരു 3-4 പല്ല് വെളുത്തുള്ളി, ഒരു 3 പല്ലായാലും മതി. ഒരു 4-5 ചുവന്നുള്ളി. സാധാരണ നമ്മൾ അവിയലിൽ അരയ്ക്കുന്ന അതേ അരപ്പ് തന്നെ. ഇത്രയും ഞാൻ അരയ്ക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയിലോട്ട് അരയ്ക്കാൻ ഇടുമ്പോഴത്തേക്കും ആദ്യം കുറച്ച് തേങ്ങ ഇടുക. ഒരു 2 സ്പൂൺ തേങ്ങ ഇട്ടിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഒന്ന് അരച്ചെടുക്കുക. അപ്പോഴേ നമുക്ക് ആ മുളകൊക്കെ നല്ലപോലെ അരഞ്ഞിട്ട് ആ കളർ കിട്ടുള്ളൂ. എല്ലാ തേങ്ങയും കൂടെ ഒരുമിച്ചിട്ട് അരച്ചാൽ നമ്മൾ ആ അവിയലിന് സാധാരണ ഒരുപാട് അരഞ്ഞു പോകരുതല്ലോ, തരിതരിപ്പായിട്ടല്ലേ കിടക്കാവൂ. അതുകൊണ്ട് ആദ്യമേ ഇത്രയും സാധനങ്ങൾ ഇട്ടൊന്ന് ഫൈൻ പേസ്റ്റാക്കി എടുത്തതിന് ശേഷം ബാക്കി തേങ്ങയും കൂടി ഇട്ട് തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. ദേ ഇതുപോലെ, ഈ പരുവത്തിന് ഇതുപോലെയാണ് നമ്മുടെ മുട്ട അവിയലിന് ഇരിക്കേണ്ടത്. അവിയലിനും സാധാരണ നമ്മൾ ഇങ്ങനെയല്ലേ, ഒരുപാട് അരയ്ക്കാറില്ലല്ലോ. അപ്പോൾ ഏത് കറികൾക്കായിരുന്നാലും നമുക്ക് മുളകൊക്കെ അരഞ്ഞു കിട്ടണമെങ്കിൽ ആദ്യം ഒരല്പം തേങ്ങയും ഇട്ടിട്ട് ആ മുളക് എല്ലാം കൂടെ ഫൈനായിട്ട് അരച്ചെടുത്താൽ മതി. ഒരു 2 മുരിങ്ങയ്ക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പാനിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആ മുരിങ്ങയ്ക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരുപാട് നേരം ഒന്നും വേണ്ട കേട്ടോ, ചുമ്മാ മുരിങ്ങയ്ക്ക ഒന്ന് ആവി കയറാൻ വേണ്ടിയാണ്. ഒരു 2 മിനിറ്റ് പോലും വെക്കണ്ട. ഒന്ന് അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം ഒരു തിള വരുമ്പോഴത്തേക്ക് നമുക്ക് അടപ്പ് മാറ്റുമ്പം തന്നെ മുരിങ്ങയ്ക്ക വെന്തിട്ടുണ്ടാവും. അതിന് കൂടുതൽ വേവൊന്നുമില്ലല്ലോ, മുരിങ്ങയ്ക്ക പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോഴത്തേക്ക് നമുക്ക് അരച്ചു വെച്ചിരുന്ന അരപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അരപ്പ് മൊത്തം നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ മുരിങ്ങയ്ക്കയും ആ അരപ്പും കൂടെ ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവും. അതിനുശേഷം ഇത് പെട്ടെന്ന് എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ. ഇനി ഒരു 2 മിനിറ്റ് ആ അടപ്പ് വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി. 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ടായിരിക്കും. പിന്നെ ഉപ്പൊക്കെ നോക്കിക്കണം കേട്ടോ, ഉപ്പ് പാകത്തിനല്ലെങ്കിൽ ഉപ്പൊന്ന് ഇട്ട് കൊടുക്കണം. ഇപ്പം ഞാൻ ആ മുട്ടയൊക്കെ പൊള്ളിച്ചിട്ട് 2ആയിട്ടാണ് കീറി വെച്ചിരിക്കുന്നത്. നമ്മുടെ ഇഷ്ടമാണ്. മുട്ട മുഴുവനെ ഇടണമെന്നുണ്ടെങ്കിൽ വരഞ്ഞു കൊടുത്താൽ മതി, അല്ലെങ്കിൽ 4ആയിട്ട് കീറിയിടാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇപ്പോൾ ഈ മുട്ട ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് പാകമായിരിക്കുന്ന സമയത്താണ് നമ്മളിതങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചേക്കുക. അതിനുശേഷം നമ്മൾ എല്ലാ കറിക്കും എങ്ങനെയാണ് നമ്മൾ കടുക് വറക്കുന്നതോ അതുപോലെ അതുപോലെ തന്നെ കടുക് വറുത്ത് അങ്ങോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. നല്ല ഉഗ്രൻ ടേസ്റ്റുള്ള ഒരു ഡിഷാണ് കേട്ടോ റെഡി ആയിരിക്കുന്നത്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. മുട്ട അവിയൽ ഒരു അപാര സംഭവമാണ്. നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ ദയവ് ചെയ്തൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണേ. അപ്പം നിങ്ങളിത് ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഹാവ് എ ഗുഡ് ഡേ.